ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പാസ്ത മേക്കിംഗ് റെസിപ്പിയാണ്. ക്രീമി പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു പാനിൽ ആവശ്യത്തിനുള്ള വെള്ളം, അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്കിത് വെള്ളം തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുട്ടികളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡാണ്. ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫുഡാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഊട്ടയുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റി ഇത് വെള്ളം പോകാൻ വെക്കാം. അതിലോട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പശപ്പില്ലാതെ ഒട്ടിപ്പിടിക്കാതെ ഈ പാസ്ത ഇരുന്നോളും. നമ്മൾ വേവിച്ച പാനിലോട്ട് തന്നെ കുറച്ച് ബട്ടറാണ് ഒഴിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. കുട്ടികളൊക്കെ എല്ലാവരും കഴിക്കണോണ്ട് അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം അതിലോട്ട് നമുക്ക് കറിവേപ്പിലയാണ് ഇടുന്നത്. കറിവേപ്പില ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം സവാള, ചെറുതായിട്ട് അരിഞ്ഞ സവാള ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ക്യാരറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം സവാള ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് കളർ മതി. അതിലോട്ട് നമുക്ക് ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാടി വന്നിട്ട് അതിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ക്യാരറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മുട്ട അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് വടിക്കതിന് ശേഷം അതിലോട്ട് കുരുമുളക് പൊടി, കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് കുരുമുളക് പൊടി ഇട്ടേക്കുന്നത്. കുരുമുളക് പൊടി കഴിഞ്ഞ് കുറച്ച് ഗരം മസാലപ്പൊടി, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു സാധനം ആഡ് ചെയ്യാൻ വിട്ടുപോയി. നമ്മുടെ മീറ്റ്, അതായത് ചിക്കനോ ബീഫോ എന്തെങ്കിലും ഈ സമയത്ത് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ ഈ വീഡിയോയിൽ ഏറ്റവും അവസാനമായി പോയി ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പാലെല്ലാം ഇട്ട് കൊടുത്ത് ഞാനിത് അത്യാവശ്യം ക്രീമി ആക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ പാസ്തക്ക് ഈ ഇത്രയും ക്രീമി പോരായിരുന്നു. നിങ്ങൾ അതനുസരിച്ച് വേണം എടുക്കാൻ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ട് എൻ്റെ കയ്യിൽ ഇത്ര ഐറ്റംസൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുട്ടികൾക്ക് ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നമുക്ക് ഈ മീറ്റ്, ബീഫ്, വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികളുടെ കയ്യിലോട്ട് ഇത് പ്രോട്ടീൻസ് ചെല്ലുകയും ചെയ്യും. എനിക്ക് ലാസ്റ്റ് ഇത്തിരി മസാലയും കൂടി വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഇത്തിരി മസാലപ്പൊടി ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഡു ലൈക്ക് ആൻഡ് ഫോളോ, സബ്സ്ക്രൈബ്. ബൈ.